ഇത് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സിറ്റി ബൈക്കേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരത്തേക്കൊക്കെ പോകാൻ കുറച്ച് പാടാണ്. അത് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തു. കുറേ സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. എൻ്റെ ടപ്പ് തീർച്ചയായിരുന്നു. അതിലൊരു ഹൈബ്രിഡ് ബൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 2 റോഡ് ബൈക്ക് വാങ്ങി. അത് പക്ഷേ പുതിയത് വാങ്ങിക്കണം ഭയങ്കര പൈസ. അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങി. പക്ഷെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത് അങ്ങ് എവിടുന്നാ, അതായത് ഇവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ട്. അത് ഒരു 200 യൂറോൻ്റെ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പം മനുഷ്യൻ 35 യൂറോ ചിലവാക്കി അങ്ങ് പോകണം. അതായത് എത്തിയിട്ട് നമുക്ക് നടന്ന് ജർമ്മനിക്ക് പോവാം. ഞാൻ കണ്ടു 12 മിനിറ്റ് ഉള്ള എന്തൊരു ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനി എത്താൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എൻസ്കഡയ്ക്ക് പോവാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. മഴ, തണുപ്പ്, അറ്റ്ലീസ്റ്റ് മൈനസ് അല്ലാത്തതിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലേ. ടിപ്പിക്കൽ ഡച്ച് വെതറിലാണ് നമ്മളിന്ന്. നമുക്ക് വട്ടുണ്ടോ ഇങ്ങനെ പോവാൻ? വേറെ ഉള്ളവരെ അറിയാതെ വീട്ടിൽ ഇരുന്നത്. ഞാനതാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ട് ഗൈസ്. എൻസ്കടയുള്ള ആരും എന്നെ ചീത്ത വിളിക്കരുത്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാണാനില്ലാതെ അവിനാശും പിന്നെ എൻ്റെ ഫ്രണ്ട് റോഹിത്തും പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. അവർ എൻസ്കടയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മളത് വാക്ക് കൈക്കൊള്ളണമല്ലോ. സോ നമ്മൾ വിചാരിച്ചു എൻസ്കടയിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ സ്വല്ലേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നോക്കിയപ്പം കുറച്ച് കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്വല്ലേ പോയിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം കറങ്ങി എന്നിട്ട് നമ്മൾ എൻസ്കടയിൽ പോയി അവിനാശിനെ കണ്ട് നമ്മുടെ അവിനാശിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അവനാണ് ഞാൻ പറഞ്ഞിട്ട് ആ ബൈക്ക് ഒന്ന് മേടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് ഇത്രയും ദിവസം അവിടെ വെച്ചത്. വൈകിട്ടേ ഫ്രീ ആവുള്ളൂ. അപ്പോൾ നമുക്ക് വൈകിട്ട് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ നേരെ എൻസ്കടയിൽ പോവായിരുന്നു. നമ്മൾ ഡീമന് നമ്മൾ എൻസ്കടയിൽ സ്വല്ലേ പോയിട്ട് സ്വല്ലേന്ന് എൻസ്കടയ്ക്ക് പോകുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു കാര്യം പറഞ്ഞുതരാമേ. അതായത് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് നെതർലൻഡ്സിൻ്റെ ഒരു വശത്ത് നിന്ന് എൻസ്കട എന്ന് പറഞ്ഞാൽ സ്വല്ലേ എന്ന് പറയുന്നത് കുറേ ദൂരേക്കാണ്. അപ്പം ശരിക്കും ടിക്കറ്റിന് 34 യൂറോ 1 വേ വരുന്നുണ്ട്. അപ്പം ഞാൻ പോയി വരണമെങ്കിൽ ഏകദേശം 68 യൂറോ ആവും ഒരാൾക്ക്. അപ്പോൾ ഇവിടെ അത് നല്ല എക്സ്പെൻസീവ് അല്ലേ. വീക്കെൻഡ് ഫ്രീ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് ഫ്രൈഡേ ഈവനിങ് 6:30 മുതൽ മൺഡേ മോർണിംഗ് 4 o'clock വരെ നമുക്ക് ട്രാവൽ ചെയ്യാം ത്രൂ ഔട്ട് നെതർലൻഡ്സ് NS മൊത്തത്തിൽ. ആൻഡ് അത് 34.5 അതായത് 35 യൂറോൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അതായത് ഞാൻ ഒരു ട്രിപ്പ് പോകുന്ന 65 യൂറോ ആവുന്ന സ്ഥലത്ത് എനിക്ക് 34 യൂറോയ്ക്ക് ഒരു മാസം മൊത്തത്തിൽ പോയിട്ട് വരാം. വീക്കെൻഡ്സിൽ മാത്രം കേട്ടോ. അപ്പൊ അത് എടുക്കുന്ന അടിപൊളിയായിരിക്കും. ഈ പൂക്കള് വന്നാൽ സ്പ്രിംഗ് ആയി എന്നാണ് അർത്ഥം. സ്പ്രിംഗ് ഇസ് ഓൾമോസ്റ്റ് ഹിയർ. ഇതാണ് സ്വല്ലേയുടെ മെയിൻ സിറ്റി സെൻറ്റർ. നമ്മൾ ട്രെയിൻ ഇറങ്ങിയത് ഇവിടെയായിരുന്നു. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളിപ്പോൾ ഈ പോയിന്റിലാണുള്ളത്. നമ്മൾ നാർഡൻ പോയപ്പോൾ ഓർമ്മയില്ല, ഇങ്ങനെ സ്റ്റാർ ഷേപ്ഡ് ആയിട്ട് ഈ സിറ്റി സെൻറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിനും ഫുൾ കനാലായിട്ട് ഒരു സിറ്റി വോള് പോലെ തീർത്താൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് അടിപൊളി സംഭവങ്ങളുണ്ട്. ഒരു ലൈബ്രറി കാണാൻ പോകുന്നുണ്ട് നമ്മൾ. പിന്നെ ഒരു വലിയ പള്ളിയുണ്ട്. ലൈബ്രറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചേർച്ച്, അതായത് പണ്ട് മുതലുള്ളൊരു പള്ളി റീസെൻ്റ് ആയിട്ട് ഒരു ലൈബ്രറി ആയിട്ട് കൺവേർട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. Who were trying to feel alive. Life can get hard, so honey, if you need to cry. നമ്മൾ സാറ്റർഡേ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ സാറ്റർഡേ മാർക്കറ്റ് നടക്കുന്നുണ്ട്. സ്ട്രോബെറി ഒക്കെ തുടങ്ങി. സ്ട്രോബെറി സീസൺ ഒക്കെ ആയിരിക്കുകയാണ്. പൂക്കളൊക്കെ വന്ന് നോക്കിയേ. സ്പ്രിംഗ് ആയി. എനിക്ക് സ്വല്ലേ എന്നൊരു സൊവനിയർ കിട്ടി. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ ക്യാമ്പയിനിങ് ടീംസും അങ്ങനെ കുറച്ച് മക്കളും പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുമല്ലോ. അപ്പൊ അവരെ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായി ഒന്ന് ചിരിച്ചു. അതിലെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് എന്താ പറയാ കണ്ടം വഴി ഓടി. ഞാൻ ഒറ്റയ്ക്ക് അവരുടെ മുന്നിൽ പെട്ട്. അപ്പോൾ അവരാണ് ഡച്ചിൽ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഡച്ച് കൊള്ളില്ല, എൻ്റെ ഡച്ച് മുറിഞ്ഞ് എന്തൊക്കെയൊക്കെയാ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അതായത് അവരൊരു ട്രാഫിക് ക്യാമ്പയിൻ നടത്തുമായിരുന്നു. സൈക്കിൾ ഓടിക്കുമ്പോൾ
മൊബൈൽ യൂസ് ചെയ്താൽ 130 യൂറോയും അല്ലെങ്കിൽ 160 തോന്നും, കറക്റ്റ് അറിയില്ല. അത് കാർ ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചാൽ 430 യൂറോയും ഫൈനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാം ആയിട്ട് അവർ ഈ പോളറോയിഡ് പിക്ചേഴ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അതിനെ കാണാൻ കൂടിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊരു പടമൊക്കെ എടുത്ത് സ്വല്ലേന്നൊരു സൊവനിയറൊക്കെ ഞാൻ വന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് സ്റ്റോറിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബുക്ക് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പണ്ട് വലിയൊരു പള്ളിയായിരുന്നു, അതായത് 1500s ഉള്ള പള്ളി. ഇത് റീസെൻ്റ് ആയിട്ട് 2013 ഒരു ബുക്ക് സ്റ്റോറാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണേ. ആ ഓർഗനൊക്കെ പള്ളിയുടെ ഭാഗമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇവർ അഡീഷണൽ ആയിട്ടൊരു 3 ഫ്ലോർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്ലോറുകളിലാണ് ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഇംഗ്ലീഷ് ബുക്കിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഈ ഓർഗൻ എപ്പോഴെങ്കിലും വായിക്കുമായിരിക്കോ? ആഴ്ചയിലെ മാസത്തിലൊക്കെ വായിക്കുന്നത് രസം ഉണ്ടാവുമായിരിക്കും അല്ലേ. ഈ സംഭവം കണ്ടോ? ഇത് ബ്ലൈൻഡ് ഡേറ്റ് ആണ്. അതായത് ഈ കവറിൽ 2 ബുക്ക് ഉണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെന്നും കൂടെ ഐഡിയ ഇല്ല. അപ്പം നമ്മൾ 22 യൂറോയ്ക്ക് കഴിഞ്ഞ വർഷം റിലീസായ 2 ബുക്കാണ്. അപ്പോൾ ആ 2 ബുക്ക് എടുത്തിട്ട് പോവുക. ശരിക്കും ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്ന പോലെ തന്നെ അല്ലേ. വുഡ് യു ബൈ ദാറ്റ്? എനിക്ക് തോന്നുന്നു ഈ ബുക്ക് എനിക്ക് ബുക്ക് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന്. എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ബുക്ക് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ഇസ് ലൈഫ് ഗോയിങ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓക്കെ ഇതാണ് എൻ്റെ ജീവിതം, ഓക്കെ ഡേയ്സ്. ഈ ലൈബ്രറിയുടെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു കഫേയും കൂടെ ഉണ്ടേ. നല്ല അടിപൊളി കോഫിയുടെ മണമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബുക്ക് വാങ്ങിക്കുകയാണ് ഇവിടുന്ന്. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കണം തോന്നി. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്കിത് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ബുക്ക് വാങ്ങി ഇറങ്ങിയേ. റിലേറ്റീവ്ലി ഒത്തിരി പുതിയ ബുക്സ് ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാ? ഒരു കോഫി കുടിക്കാൻ പോയാലോ? അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ പാലസ് ഓഫ് ജസ്റ്റിസ്. പക്ഷേ ഇറ്റ്സ് നോ മോർ പാലസ് ഓഫ് ജസ്റ്റിസ്. ഇത് ഒരു 2003 മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ഓൾഡ് ലുക്കിംഗ് സ്ട്രക്ചറിൻ്റെ മുകളിൽ ഒരു സൈഫൈ അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള സ്ട്രക്ചർ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു ജോമെട്രിക്കൽ ഷേപ്പ്. താഴത്തെ പാർട്ടാണെങ്കിൽ ഒരു മിഡീവിയൽ ലുക്കിംഗ് അല്ലെങ്കിൽ ഒരു റോമൻ പില്ലേഴ്സും കോളംസ് ഒക്കെ വെച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 2 കോൺട്രാസ്റ്റിംഗ് കാലഘട്ടങ്ങൾ, 2 കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽ ഒരുമിച്ച് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ആണ്. എന്താ വെച്ചാൽ എനിക്ക് ഈ മോഡേൺ ആയിട്ട് കണ്ടിട്ട് തോന്നുന്നത്, ഇത് അടിയിൽ ക്യാൻവാസ് വെക്കും, എന്നിട്ട് ബക്കറ്റ് കെട്ടി തൂക്കിയിട്ട് വിടും. അപ്പോൾ ഓരോ ഇതിങ്ങനെ പെയിന്റിങ് ഇങ്ങനെ ആവുന്നേ കണ്ടിട്ടില്ലേ ബക്കറ്റിൽ കൂടെ. അതാണല്ലേ പരിപാടി. വെരി കോൺഫിഡൻസ്. അറിയാത്ത കാര്യം പറയുമ്പോൾ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിനകത്താണ്. അപ്പോൾ ഇതാണ് ആ യോക്ക്. ഇതിനകത്ത് ഈ സിബ് തുറന്ന് നമ്മളെ ഇതിനകത്തേക്ക് കയറ്റും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വേണ്ടി എന്തോ ഒരു വിഷ്വൽ ഓഡിറ്ററി എക്സ്പീരിയൻസ് തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓ, ഞാൻ കരഞ്ഞു. എന്തിനാ ഞാൻ കരഞ്ഞത് എനിക്കറിയില്ല. ശരിക്കും റീചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെ കൊണ്ട് പൊട്ടനെ കൊണ്ട് ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഒരു കണക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ടീനേജേഴ്സിൻ്റെ ആൻസൈറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50s ഉള്ള ആൾക്കാർ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ആവുന്ന ലെവൽ ഓഫ് ആൻസൈറ്റിയാണ് ഇന്നത്തെ നമുക്കൊക്കെ ഉള്ളത്. അപ്പം ഒരു റീചാർജ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് പോലെ നമ്മുടെ ബ്രെയിനിന് ഓരോ ഫ്രീക്വൻസീസ് കൊടുത്തിട്ട് വിഷ്വലിയും പിന്നെ ഓഡിറ്ററിയും റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒക്കെ ഒരു 2D ആയിട്ടല്ലേ കാണുന്നത്. ഇതൊരു 3D എക്സ്പീരിയൻസ് മൊത്തത്തിൽ കാണുമ്പോൾ. പ്ലാനറ്റോറിയത്തിൽ പോയി കാണുന്ന അതേ അവസ്ഥ. ഈ ചെക്കൻ കിടന്ന് ഉറങ്ങിയത് ഞാൻ കരഞ്ഞു. എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടെ വെള്ളം വരിക. ആ സിബിനകത്തായിരുന്നു കേട്ടോ. നമ്മൾ അതിനകത്ത് ഇങ്ങനെ കിടന്ന് കാണുമായിരുന്നു. ഇത് കാറ്റ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വേറെ പ്രഷറാണ്. ഇവിടെയാണ് കാറ്റടിച്ച് കയറ്റുന്നത് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ കിടന്നത് നേരത്തെ. ഓൾറെഡി 4:45. നമ്മളിപ്പോഴും സൈക്കിൾ എടുക്കാൻ പോയിട്ടില്ല.
അങ്ങനെ ഈ റോമൻ സാമ്രാജ്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അവിടെ ഒരു ഹെർമൻ ബ്രോഡ് മ്യൂസിയം ഉണ്ട്. അയ്യോ നമ്മൾ സൈക്കിൾ എടുക്കാം, നമ്മൾ വന്ന കാര്യം മറന്നുപോയി ഗൈസ്. ഇപ്പം നമ്മൾ സുവല്ലയിലാണ് ഉള്ളത്. നമുക്ക് എൻസ്കഡ ഈസ് ആക്ച്വലി 1 hour. 5 മണിയായി. നമ്മൾ അവിടെ വരെ എത്തി. 5:30 ആകുമ്പോഴത്തേക്ക് എത്തി. നമ്മൾ നടന്ന് അപ്പോഴത്തേക്ക് അവിനാഷിൻ്റെ ക്ലാസ് കഴിഞ്ഞ് 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എൻസ്കഡ എത്തി. സാധനം എടുക്കുമായിരിക്കും. ഈ മ്യൂസിയം എന്നെ ഹഠാത് ആകർഷിച്ചു. ശരിക്കും സ്ട്രെസ്സൊക്കെ എതിരെ പോയിന്ന് തോന്നുന്നു. പക്ഷെ തിങ്കളാഴ്ച വരും. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എൻസ്കഡ എത്തിയിരിക്കുകയാണ്. 7:30 ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ അവിനാഷിനെ കാണുന്നതാണ്. നമ്മുടെ സ്വന്തം അവിനാഷ്. ഞാൻ സിനിമയിലുണ്ടോ? അവിനാഷ് എന്റെ കോളേജിലെ ജൂനിയർ ആയിരുന്നു. വലിയ പുള്ളിയാണ്, നമ്മുടെ ഉറ്റ സുഹൃത്താണ്. ഇൻഡസ്ട്രിയൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏരിയ അടക്കി എന്തെങ്കിലും പ്രശ്നം അവിനാഷ് കദോസ് എന്ന് പറഞ്ഞാൽ മതി. അടിപൊളി. ഇതാട്ടോ നമ്മുടെ സൈക്കിൾ. ഈ സാധനം എടുക്കേണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം മൊത്തം വന്നത്. അടിപൊളിയാന്ന് തോന്നുന്നു അല്ലേ? അവിനാഷിനോട് ഹായ് പറയുന്നതിന്റെ മാതിരി സൈക്കിൾ എടുത്താണ് പോയി നോക്കണം. എന്താടാ എനിക്ക് മനസ്സിലായില്ല. കൂടിയ മലയാളമായി പോയിട്ടോ. ഞങ്ങളത് നിന്റെ അടുത്ത് ഉറങ്ങാന്നാ വിചാരിച്ചു. അപ്പൊ നീ ഞങ്ങളെ പറഞ്ഞു വിടുവല്ലേ? പറക്കുന്നുണ്ടോ? നിന്റെനേക്കാളും സൂപ്പറാണോ? അടിപൊളി. നീ ചോറ് വരാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നൊരു ചോറ് വിട്ടടാ. ചോറ് വാ, ഞാൻ വീട്ടിൽ വന്നാ. തിരുവനന്തപുരത്ത് എത്ര കോഴിക്കോട് പാസ്ത കഴിക്കാനാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമുണ്ട്. നല്ല ഭക്ഷണം, ഓക്കെ ഭക്ഷണം. സൈക്കിൾ വയ്ക്കാൻ പറ്റും. വന്ന വഴി തന്നെയാണ്. അതാണ് ഏറ്റവും എളുപ്പം. കയറ്റി നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറ്റാം. നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ വെക്കാം. വേറെ കൂടെ സൈക്കിളുണ്ട്. ഇങ്ങനെയാണ് സൈക്കിൾ കയറ്റുന്നത്. എല്ലാ സ്ഥലത്തും കയറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ഈ ട്രെയിൻ മൊത്തത്തിൽ നടന്നപ്പോൾ ഒറ്റ സ്ഥലത്തെ സൈക്കിൾ കയറ്റാനുള്ള തോന്നുന്നായിരുന്നു. സക്സസ്ഫുള്ളി മിഷൻ ഹാഫ് കംപ്ലീറ്റഡ് അല്ലേ? നമ്മളിവിടെ നമ്മുടെ പുതിയ വണ്ടിക്ക് കാവലിരിക്കുമ്പോ ഇത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. സെക്കൻഡോ തേർഡോ എത്രാമത്തെയോ നമുക്കറിയില്ല. എന്തായാലും റിലേറ്റീവ്ലി ന്യൂ ആണ്. ഇത് ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും അടിച്ചോണ്ട് പോകണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത് തന്നെ ഇരുന്നതാണ്. സാധാരണ എങ്ങനെ ആരും ഇരിക്കാറില്ല. ആൾക്കാരോട് വെക്കും, ചിലപ്പോൾ ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് കഴിഞ്ഞ സ്റ്റോപ്പ് ഒരുത്തം കയറിയിട്ട് അവന്റെ 7000 യൂറോയുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോലും ഇല്ല. അത് ഇവിടെ ചാരി വെച്ചിട്ട് അവൻ അകത്തോട്ട് കയറി. ഞാനുണ്ട് ഇവിടെ 200 രൂപയുടെ സാധനം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. 6.5 ലക്ഷം രൂപയുടെ സൈക്കിളാണ് ഈ ഇരിക്കുന്നത്. ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് നോച്ച് ഡിസൈൻ ആണ്. എല്ലാം കാർബൺ ഫൈബർ ആണ്. ഇതിന്റെ റിം തന്നെ ടയറിന്റെ ഒരു 2 times 3 times വിഡ്ത്ത് ഉണ്ട്. ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഏത് വിധേനയും പൈസ ഉണ്ടാക്കണം. അവൻ നോക്കണ 7000 യൂറോന്റെ ബൈക്ക് വെച്ച് അവൻ സമാധാനത്തോടെ അകത്ത് പോയിരുന്നു. ഞങ്ങൾ ഇതും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾക്ക് ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. ഇതാരെങ്കിലും അടിച്ചോണ്ട് പോകുന്നു. 200 യൂറോയുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് നമ്മൾ 2 ആളും ഇവിടെ കാവല്. ഹലോ, ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് ഇൻട്രസിറ്റിയിലാണ്. ഇത് ഇൻട്രസിറ്റിയിലെ ഏറ്റവും പുതിയ ഡിസൈനുള്ള ട്രെയിനാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. നമ്മൾ നേരത്തെ ഇരുന്നതിലെ പോലെ ഇങ്ങനെ കുടുങ്ങി ഒന്നിരിക്കേണ്ട, സുഖമായിട്ടിരിക്കാം. ഇവിടെ സ്ഥലം അവിടെ ഇങ്ങനെ എന്താ പറയുക, അടിപൊളി ട്രെയിൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത്. അതിൽ സ്ഥിരമായിട്ട് ഓഫീസിൽ പോകുന്ന ഇതിലാണ്. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ രാത്രി നട്ടപ്പം ഈ നേരത്തെ സൈക്കിളും കൊണ്ടൊക്കെ പോകുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മാക്സിമം കപ്പാസിറ്റി 2 എഴുതിയിട്ടുണ്ട്. അതായത് 2 സൈക്കിളെ ഈ കമ്പാർട്ട്മെന്റിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പം 2 പോയിട്ട് 1 മാത്രമേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂറിൽ നമ്മൾ വീടെത്തുമായിരിക്കും. ഇല്ല, നമുക്ക് ഞാൻ അടുത്ത സ്റ്റേഷനിൽ കുറച്ച് സമയം, ട്രാൻസ്ഫർ കുറച്ച് നേരമുണ്ട്. ഇതൊരു യജ്ഞമായി പോയി ബൈക്ക് എടുത്തോണ്ട് വരൽ. ഞാൻ തളർന്നു. രാവിലെ എപ്പോൾ ഇറങ്ങിയതാ നമ്മൾ വീട്ടിൽ നിന്ന്. സ്വല്ലേ പോയി, എൻസ്കഡെ പോയി.
നമ്മളങ്ങനെ മുക്കാലെത്തി. ഈ ഒരു ട്രെയിനും കൂടെ കയറിയ നമ്മൾ വീടെത്തുന്നതാണ്. പ്ലാറ്റ്ഫോം മാറുന്ന ഓരോ കഷ്ടപ്പാടുകളെ. ഒന്നില്ല, നീയും ബാഗും ഷൂസും സൈക്കിളും. അങ്ങനെ 2 പേരായി പോയ നമ്മൾ 3 പേരായി തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടനെയും കൂട്ടി നമ്മളിവിടെ നട്ടപ്പാതിരയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഫീൽസ് ലൈക്ക് എ യുഗം, ഒരു യുഗം കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളെത്തി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ കുട്ടി എന്നായിരിക്കില്ല, ഇത് എന്ത് വ്ളോഗാന്ന് എനിക്കറിയില്ല. സൈക്കിൾ കൊണ്ടുവരുന്ന വ്ളോഗ്. ബൈ. ചൂസ്. ബൈ.